സർപ്പത്തിന്റെ ശാപമുണ്ട്, എന്നിട്ട് ആ ശാപം പോകണമെങ്കിൽ ഇന്നാലിന്ന സ്ഥലത്ത് കൊണ്ടുപോയി നേർച്ച ചെയ്യണം. അതോ ശറഅ് അംഗീകരിക്കുക അള്ളാഹുവിന്റെ ഇബാദത്തിനോട് ഘടകവിരുദ്ധമായ ആരാധന നടക്കുന്ന ഒരിടത്തേക്ക് പോകാൻ വേണ്ടി പറയും. പോകാൻ പറയുന്നവർ എത്ര വലിയ ശൈത്താന്മാരാണ്! അവരിനി എന്തൊക്കെ തലപ്പാവ് കെട്ടിയാലും ശിർക്കിലേക്ക് പോകാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് പൈശാചികമാണ്. ഒരു മുസ്ലിമിനത് പാടില്ല. എല്ലാ മതവിശ്വാസികളോടും ബഹുമാനമുള്ളവരാ മുസ്ലിമീങ്ങൾ, എല്ലാ മതവിശ്വാസികളോടും. നമ്മുടെ നാട്ടിലൂടെ സ്വാമിമാര് പോകുന്നുണ്ട്, അയ്യപ്പ ഭക്തന്മാർ. നിങ്ങൾ അവർക്ക് ചോറ് കൊടുത്തോളൂ, ഭക്ഷണം കൊടുത്തോളൂ, അന്നം കൊടുത്തോളൂ, സഹായം ചെയ്തോളൂ, അവർക്ക് ടോയ്ലറ്റ് പോവാൻ സൗകര്യം ചെയ്തു കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. വ്യക്തികളെയാണ് നമ്മൾ സഹായിക്കുന്നത്, ആരാധനയെ സഹായിക്കാൻ ദീനിൽ പാടുള്ളതല്ല. ആരാധനയെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ ചെല്ലുകയും അള്ളാഹുവേതര ദൈവങ്ങളെ ആരാധിക്കപ്പെടുന്നിടത്തേക്ക് നേർച്ച ചെയ്യണമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ പറത്തിയിട്ടിട്ട് പോവുക, എന്നിട്ട് അവിടെ സുജൂദും ചെയ്യുക. അവിടെ പറയുന്ന കർമ്മങ്ങൾ ചെയ്യിക്കുമ്പോൾ അവർ ചെയ്യും. ഏതായി കർമ്മം? അള്ളാന്റെ മസ്ജിദാണോ ഇത്? അല്ല. അള്ളാഹു എന്ന പേര് പോലും വിളിക്കപ്പെടാത്ത സ്ഥലങ്ങൾ. അവിടെ ചെന്ന് അവരുടെ ആരാധനകളുടെ ഭാഗമായി നേർച്ചയും പൈസയും കൊടുത്ത് ക്യാമ്പ് ചെയ്ത് 2-3 ദിവസം നിന്ന് എന്തിനെന്നറിയോ? സർപ്പത്തിന്റെ ശാപം പോകാൻ, അത്ര പിശാചിന്റെ ശാപം പോകാൻ. ആ പോകുമ്പോഴേക്കും മുശ്രിക്കത്തായിട്ടല്ലേ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടല്ലേ തിരിച്ചു? മുർത്തദല്ലേ? ഇസ്ലാം എന്ന് പുറത്തു പോവില്ലേ? മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈരേഖ നോക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ പോയാൽ, ഹദീസ് സ്വഹീഹാൻ, നമ്മുടെ ആലിമീങ്ങൾ ഹദീസ് എടുത്ത് ചർച്ച ചെയ്തു. ഒരു കൈരേഖ നോക്കുന്ന ഒരാൾ പറയും, വര കണ്ടിട്ട് ഞാൻ പറയാം എത്ര ആയുസുണ്ട്, ഈ രേഖ നോക്കിയിട്ട് ഞാൻ പറയാം, ഭാവി പറയാം, ഭൂതം പറയാം എന്നാരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അവരെടുത്ത് പോയി പൈസ കൊടുത്തു, എന്റെ കൈ ഒന്ന് നോക്കിക്കേ, വെറുതെ ഒന്ന് നോക്കിപ്പിച്ചു. ഔ അറാഫൻ, അല്ലെങ്കിൽ രാശി നോക്കിയിട്ട് നിങ്ങളുടെ ഭാവിയും ഭൂതവും ആളുകള് പറയുന്ന ആളുകള്, അവരെ നിങ്ങൾ സമീപിക്കുകയും അയാള് പറയുന്നതാണ് സംഭവിക്കുന്നത്, ഇയാള് പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, ഹബീബായ നബിക്ക് അല്ലാഹു ഇറക്കിയ, എനിക്ക് അല്ലാഹു ഇറക്കി തന്ന തൗഹീദിന്റെ ഈ ഇസ്ലാമിൽ നിന്ന് അവർ കാഫിറായിരിക്കുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാൻ. അൽ ഖാദിറുൽ മുഖ്തദിർ, ഖളാഉം ഖദറും എന്ന് പറഞ്ഞത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാ. ഈമാൻ കാര്യത്തിലെ അവസാനത്തെ റുക്ൻ എന്താണ്? അൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ആകാശത്തെവിടെയോ കിടക്കുന്ന ഒരു നക്ഷത്രവും നിങ്ങളുടെ ഭാവി നിയന്ത്രിക്കുന്നില്ല. നിങ്ങളുടെ കൈരേഖയോ നിങ്ങളുടെ രാശിയോ ഒന്നുമേ നിങ്ങളുടെ ഖദറും ഖളാഉം നിശ്ചയിക്കുന്നതല്ല. ആരാ നിശ്ചയിക്കുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു. ഇത് വിശ്വസിച്ചാലല്ലേ മുഅ്മിനാവുള്ളൂ, ഇത് വിശ്വസിച്ചാലല്ലേ ഈമാൻ കാര്യം പൂർത്തിയാവുള്ളൂ. അതിന് വിരുദ്ധമല്ലേ ഇത്? ഹോറോസ്കോപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ആസ്ട്രോളജി എന്ന് പറയും. രാശി നോക്കുക ഹറാമാണ്, പഠിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ്. സിഹർ പോലെ ഗുരുതരമായ തെറ്റാണത്, അതിലേറെ വലുതാണത്. ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി നടക്കാൻ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ. എല്ലാ മതവിശ്വാസികളും അവരവരുടെ മതം ഏറ്റവും നല്ല മതമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കാൻ ഒരു പൗരന് നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട്, അർഹതയുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. ഒരു മുസ്ലിം അവരുടെ ഇസ്ലാമിന്റെ വിശ്വാസം മനസ്സിലാക്കണം. മുസ്ലിമിന് ഇസ്ലാം ബോധ്യപ്പെടണം, ഹൈന്ദവ സഹോദരന് ഹൈന്ദവത ബോധ്യപ്പെടണം, ക്രിസ്ത്യാനിസം പഠിക്കണം, ജൂതമതം പഠിക്കണം. അവരവരുടെ ആശയങ്ങളിൽ അവർ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ ഷിർക്കിന്റെ ഇബാദത്തുകളിലേക്ക് 80% വരുന്ന ഓഡിയൻസിൽ 80% മുസ്ലിം നാമധാരികളായ ആളുകളാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നത് എത്ര ദുഃഖകരമാണ്. ഇത്രയും വലിയ ഇൽമും ദീനും മദ്രസയും വാദും നടക്കുന്ന നമ്മുടെ നാട്ടിലെ മലയാളികളായ പെണ്ണുങ്ങൾ പർദ്ദ ധരിച്ചിട്ട് സിഹിർ പോക്കാനെന്നും പറഞ്ഞിട്ട് മറ്റു ആരാധനാലയങ്ങളിലേക്ക് കയറി ചെന്ന് ചുറ്റുകയും കറങ്ങുകയും തവാഫ് ചെയ്യുകയും സുജൂദ് ചെയ്യുകയും
നേർച്ചയാക്കുകയും ചെയ്തിട്ട് കടന്നു വരുന്ന വരവ് ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടാണ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. ഇതുവരെ അറിയാതെ ചെയ്തതാണെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. ഖുർആൻ കൊണ്ട് തീർക്കാൻ പറ്റാത്ത ഒരു പിശാചും ലോകത്തില്ല. ഖുർആൻ ഓതിയിട്ട് ഓടിക്കാൻ പറ്റാത്ത ഒരു പിശാചും അള്ളാന്റെ ഭൂമിയിലില്ല. ബാങ്ക് കേട്ടാൽ ഓടുന്ന ആളാ ശൈത്താൻ. പക്ഷേ അത് ഓതേണ്ട ആളുകളുടെ നാവിലൂടെ ഓതണമെന്ന് മാത്രം. ഏതെങ്കിലും ബോർഡും വെച്ചിട്ടേ ഇതൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് പറയുന്ന ആളുകൾ, അവർ ഈമാനുണ്ടോ, അവർക്ക് ഇൽമുണ്ടോ? ഇതൊരു ഇൽമിന്റെ വിഷയമാണ്. ഇൽമില്ലാതെ കണ്ട പുസ്തകം വായിച്ചിട്ടെങ്ങാനും അസ്മാവും തൊൽസമാത്തും പറഞ്ഞിരുന്നാൽ അവർ ചെയ്യുന്ന പണി സിഹറിന്റെ പണിയാണെന്ന് പോലും അവർക്കറിയില്ല. സിഹറിന്റെ പണിയായിരിക്കും ഈ കള്ളിക്കൂട എഴുതുന്നത്. അതിൽ പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. അറിയണമെങ്കിൽ ഇൽമ് വേണം, അറിവ് വേണം. ശരീഅത്തിന്റെ ഇൽമ് പഠിക്കാത്ത ആളുകൾ ഇതിൽ ഇരിക്കാൻ തുനിഞ്ഞാൽ ആളുകളുടെ ഈമാനല്ലേ നഷ്ടമായി പോകുന്നത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ ദുൽമാൻ ഇതുപോലെയുള്ള ശിർക്കുകൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ ഖുർആന്റെ ആളുകളാവണ്ടേ? നമ്മൾ അള്ളാന്റെ ആളുകളിൽ റജബ് മാസമല്ലേ ഇത്? ശഅബാനും റമദാനും ആർക്കുള്ളതാ? അള്ളാന്റെ ഇബാദത്തിന് വേണ്ടി റബ്ബ് മാറ്റിവെച്ച സമയല്ലേ? അള്ളാഹുലേക്ക് നമുക്ക് മടങ്ങണ്ടേ? നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കണ്ടേ?